പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. നമ്മുടെ ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുക. ആരാധിക്കുന്ന സമൂഹത്തിലാണ് ദൈവം പ്രവർത്തിക്കുക. ദൈവാരാധനയുടെ ഏറ്റവും ഉന്നതമായ ഒരു കാര്യമാണല്ലോ പരിശുദ്ധ ബലിയർപ്പണം. നമുക്കതുകൊണ്ട് ഭംഗിയായിട്ട് നമുക്കത് പങ്കുചേരാം, ചെലവഴിക്കാം. മുഴുവൻ സമയം നല്ല ശ്രദ്ധയോടുകൂടെ പങ്കുചേരാം. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം നമ്മൾ കേൾക്കുന്നത് വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം, വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം, വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം, വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം. നമ്മുടെ കടമയാണ്, സൃഷ്ടികളായ നമ്മുടെ കടമയാണ് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് സ്തോത്രമാലപിക്കുക. നമുക്ക് ഈ പരിശുദ്ധ കുർബാന അതിനുള്ള ബെസ്റ്റ് അവസരമായിട്ട് നമുക്ക് കണക്കാക്കാം, നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, അങ്ങ് ദാസർക്ക് അങ്ങ് സമീപസ്ഥനാവുകയും അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അങ്ങ് നിരന്തര കാരുണ്യം ചൊരിയുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങുടയവനും നിയന്താവുമായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഞങ്ങൾക്കായി സൃഷ്ടിച്ചവ പുനരുദ്ധരിക്കുകയും പുനരുദ്ധരിച്ചവ നിലനിർത്തുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് 20-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഇസ്രായേൽ ജനം 1-ാം മാസത്തിൽ സീൻ മരുഭൂമിയിലെത്തി. അവർ കാദശിൽ താമസിച്ചു. അവിടെ വച്ച് മിരിയാം മരിച്ചു. അവളെ അവിടെ സംസ്കരിച്ചു. അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അവർ മോശയ്ക്കും അഹരോനുമെതിരെ ഒരുമിച്ച് കൂടി. ജനം മോശയോട് എതിർത്ത് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ. ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സമൂഹത്തെ ഈ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നതെന്തിന്? ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല. കുടിക്കാൻ വെള്ളം പോലുമില്ല. അപ്പോൾ മോശയും അഹരോനും സമൂഹത്തിൽ നിന്ന് സമാഗമ കൂടാരവാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. കർത്താവിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക. നീയും നിന്റെ സഹോദരൻ അഹരോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പനയനുസരിച്ച് മോശ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരീബയിലെ ജലം. ഇവിടെ വച്ചാണ് ഇസ്രായേലിയർ കർത്താവിനോട് മത്സരിക്കുകയും അവിടുന്ന് തൻ്റെ പരിശുദ്ധിയെ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം. നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടി പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്.
നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. മെരീബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു. നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. ഈ സംഭവം നടക്കുന്ന സ്ഥലം കേസറിയ ഫിലിപ്പിയാണ്. പത്രോസിനോട്, അതായത് ശിഷ്യന്മാരോട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യം ചോദിക്കുന്ന സ്ഥലം കേസറിയ ഫിലിപ്പി. ഈ കേസറിയ ഫിലിപ്പിയെക്കുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിലാകുന്നൊരു സംഭവം, പ്രാകൃത വിഗ്രഹാരാധനയുടെ സ്ഥലമാണ് കേസറിയ ഫിലിപ്പി. അന്യദേവനാണ് ബാൽദേവൻ. ബാൽദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കേസറിയ ഫിലിപ്പിയുടെ പഴയ പേര്. ബാൽദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണെന്നാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഗ്രീക്ക് ഇതിഹാസത്തിലുള്ള ഒരു ദേവനാണ് പാൻദേവൻ. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പനേയാസ് എന്ന ഒരു പേരും ഈ സ്ഥലത്തിന് ഉള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേസറിയ ഫിലിപ്പി എന്ന പേര് പിന്നീട് വന്നതാണ്.
അപ്പം അഗസ്റ്റസ് സീസറുമായിട്ട് ബന്ധപ്പെട്ട് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അഗസ്റ്റസ് സീസറിനെ ഒരു ദൈവതുല്യമായിട്ട് കണക്കാക്കിയ അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഫിലിപ്പ് താനാണ് ആ പേരിട്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേസറിയ സീസർ എന്നതിൻ്റെ മറ്റൊരു ഉച്ചാരണമാണ് കേസറിയ എന്നത്. അപ്പോൾ കേസറിയ എന്ന പേര് താനാണിട്ടത് എന്ന് ആ രാജാവിൻ്റെ ബഹുമാനാർത്ഥം എന്ന് കാണിക്കാൻ വേണ്ടി കേസറിയ ഫിലിപ്പ് അങ്ങനെ പേരിട്ടത്. അപ്പോൾ ഒരു മനുഷ്യനെ ദൈവമായിട്ട് കാണുന്ന ഒരു കാര്യം കൂടി ആ സ്ഥലത്തിന് വന്നു ചേർന്നു. വിഗ്രഹാരാധനയുടെ മറ്റൊരു രൂപമാണല്ലോ ആൾ ദൈവങ്ങളെ ആരാധിക്കുക എന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈശോ തമ്പുരാൻ ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് അത് നല്ല കൃത്യമായിട്ട് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്, നീയാണ് ദൈവത്തിൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഇപ്പോൾ ഈശോ എന്നത് അത് യേശു എന്നത് ഗ്രീക്ക് പദത്തിൽ നിന്നുള്ളതാണ്. അതുപോലെ ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് പദമാണ്. മെസ്സിഹ എന്നുള്ളത് അതിൻ്റെ അർത്ഥവും അഭിഷിക്തൻ തന്നെയാണ്. അത് ഹെബ്രായ ഭാഷയിലുള്ളതാണ്. അരമായ ഭാഷയിലാണ് മെസ്സിഹ എന്ന് പറയുന്നത്. അപ്പോൾ ഈശോ മെസ്സിഹ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രയോഗമാണ്. ഈശോ മെസ്സിഹ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അഭിഷേകം ചെയ്യപ്പെട്ട ഈശോ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. യേശു എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു, ജനത്തെ രക്ഷിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, അങ്ങനെയാണ്. അപ്പോൾ ഈ പത്രോസ് പറയുന്നത് ഇങ്ങനെ ഒരു വിഗ്രഹാരാധനയുടെ, അന്യദേവൻ്റെ ആരാധനയുള്ള സ്ഥലം, പ്രാകൃത വിഗ്രഹാരാധനയുടെ സ്ഥലത്ത് നിന്നാണ് യഥാർത്ഥ ദൈവത്തെ പത്രോസ് ഏറ്റുപറയുന്നത്. അത് വളരെ അർത്ഥവത്താണ്, സിംബോളിക്കാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലാണ് ഇത് പറയിപ്പിക്കുന്നത്. ഈ കേസറിയ ഫിലിപ്പിയിലെ സംഭവം അത് 8-ാം അധ്യായത്തിലാണ്. 16 അധ്യായങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ളത്. അപ്പോൾ കൃത്യം മധ്യഭാഗത്ത്, തൻ്റെ സുവിശേഷത്തിൻ്റെ മധ്യഭാഗത്ത് കാതലായ ഒരു കാര്യം പറയിപ്പിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നതിന് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്നാണ്. അപ്പം യേശു ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുക, അതാണ് നമ്മുടെയും കടമ. അതാണ് ദൈവത്തെ ആരാധിക്കുക. ഇന്നത്തെ 1-ാം വായനയിലും അവർക്ക് ദാഹം വന്നപ്പോഴവർ പിന്നെയും പിറുപിറുക്കാൻ തുടങ്ങി. ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പിറുപിറുപ്പ് ഒത്തിരി നമ്മൾ കാണുന്നുണ്ട്. അവർ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു. ഞങ്ങൾ ഇറച്ചിക്കലത്തെക്കുറിച്ച് ഓർക്കുന്നു. അവിടെ നല്ല സുഖമായിരുന്നു, അടിമയായിരുന്നെങ്കിൽ എന്താ നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു. ഇവിടെ ഈ മന്ന എന്നും മന്ന അത് കഴിച്ച് മടുത്തു, ഒരു രുചി പോലുമില്ല എന്ന് പറഞ്ഞിങ്ങനെ അവർക്ക് വിശന്നപ്പോൾ ദൈവം കൊടുത്തതാണ്. എന്നിട്ടങ്ങനെ ഓരോ കാര്യങ്ങൾ മാറി അവരെപ്പോഴും പിറുപിറുപ്പ. ഇന്നത്തെ 1-ാം വായനയിലും ജനം കർത്താവിനെതിരെ പിറുപിറുത്തു. ജനം മോശയോട് എതിർത്ത് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് മരിച്ചു വീണപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ, ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല, കുടിക്കാൻ വെള്ളം പോലുമില്ല. അപ്പോഴാണ് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ മോശയോട് കർത്താവ് പറയും, വടിയെടുക്കാൻ പറയും. വടിയെടുത്തിട്ട് പാറയോട് ആജ്ഞാപിക്കാൻ പറയും. ഇതാണ് കർത്താവ് പറയുന്നത്. അത് 7-ാമത്തെ വാക്യമാണ്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക, നീയും നിന്റെ സഹോദരൻ അഹറോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പന അനുസരിച്ച് മോശ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹറോനും കൂടി പാറയ്ക്ക് മുൻപിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. യഥാർത്ഥത്തിൽ ഇവിടെ കർത്താവ് പറഞ്ഞതുപോലെ അല്ല ചെയ്തത്. വടികൊണ്ടടിക്കാൻ പറഞ്ഞിട്ടില്ല, പാറയോട് ആജ്ഞാപിക്കാനാണ് പറഞ്ഞത്. വെള്ളം പുറപ്പെടുവിക്കുക, ഓ പാറയെ വെള്ളം പുറപ്പെടുവിക്കുക എന്നാണ് പറയാൻ പറഞ്ഞത്. പക്ഷെ മോശ വടികൊണ്ട് അടിച്ചു. അതിനു മുമ്പ് പറയുന്ന വർത്തമാനം മോശ പോലും ചിലപ്പോൾ ഒരു ദൈവത്തെക്കാൾ വലിയൊരാളെപ്പോലെ ആയിപ്പോയതുപോലെയാണ് മോശയുടെ സംസാരം. ഒന്ന് ശ്രദ്ധിച്ച്, മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ,
നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? ദൈവമല്ല അത് തരുന്നത്. അതുകൊണ്ടെന്താ, മോശയ്ക്ക് ഒരു നല്ലൊരു ശിക്ഷ കിട്ടി. 12-ാമത്തെ വാക്യത്തിൽ സംഖ്യാപുസ്തകം 20:12 കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരീബായിലെ ജലം. മെരീബ എന്ന വാക്കിൻ്റെ അർത്ഥം കലഹമെന്നാണ്. ജനവും കലഹിച്ചു. അതുപോലെ തന്നെ മോശ കുറച്ച് ഒരു കൈവിട്ട കളി കളിച്ചു. ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം സ്വയം എടുത്തതുപോലെയായി. യഥാർത്ഥത്തിൽ ഈ 2 വായനകളും, സുവിശേഷം 1-ാം വായനയും തമ്മിൽ ചിന്തിക്കുമ്പോഴും പ്രാകൃത വിഗ്രഹാരാധനയുടെ സ്ഥലത്ത് പത്രോസിനെ കൊണ്ട് യേശു ക്രിസ്തുവാണെന്ന് പ്രഖ്യാപിക്കുന്ന, ഏറ്റുപറയിപ്പിക്കുന്ന സുവിശേഷകൻ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരബലത്തെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിന് പകരം ജനം കലഹിക്കുകയും ജനത്തിൻ്റെ നേതാവ് തൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ വർത്തമാനം പറയുകയും ചെയ്തു. അപ്പോൾ അതാണ്, ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ കുറച്ചങ്ങനെ മുന്നോട്ടൊക്കെ പോകുമ്പോഴും നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ പോകും. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ 2-ാമത്തെ ഭാഗത്തിൽ പത്രോസ് അങ്ങനെ പറഞ്ഞു. അത് പത്രോസ് അല്ല, ദൈവമാണ് പറയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പത്രോസിന് കാര്യമൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതിരുന്നത് കൊണ്ട് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശോ വിളിക്കുന്ന പേരെന്താണ്? സാത്താനെ, ദൂരെ പോ. ഇതിൻ്റെ ഗ്രീക്ക് പദം ഇങ്ങനെ, ഗ്രീക്ക് അർത്ഥം ഇങ്ങനെയാണ്, ഹുപ്പഗെ സാത്താന. ഹുപ്പഗെ സാത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നിലേക്ക് മാറി നിൽക്കൂ, നീ മുന്നിൽ വന്ന് ഞാനാണ് ദൈവം, നീ മുന്നിൽ വന്ന് എന്നെ നിയന്ത്രിക്കുന്നുവോ? അതാണ് അതിൻ്റെ അർത്ഥം. നീ മുമ്പിൽ വന്നിട്ട് ദൈവമായ കർത്താവിനെ നീ നിയന്ത്രിക്കുന്നു, നീ പിന്നിലേക്ക് മാറി നിൽക്കും. നീ പിന്നിലേക്ക് മാറുന്ന എൻ്റെ പുറകെ നീ വാ, എന്നെ പുറകെ വന്ന് നീ അനുഗമിക്കും, നീ എന്നെ നിയന്ത്രിക്കണ്ട. ഇങ്ങനൊരു അർത്ഥമുണ്ട്. അതാണ്, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഈ തീർത്ഥാടനത്തിന് വരുമ്പോൾ നമുക്ക് ചില കെണികളുണ്ട്. ചിലരൊക്കെ മദ്യപിക്കാറുണ്ട് കേട്ടോ. ഇവിടെ മദ്യപിച്ച് വന്ന് റൂമിലൊക്കെ മദ്യപിക്കാറുണ്ട്. അതൊരു കെണിയാണ്. കാരണം വിശുദ്ധ സ്ഥലത്ത് വന്നിട്ട് മദ്യപിക്കുക, ഇത് നമ്മൾ പിന്നെ വലിയ ആളായി ഇവിടെ. കർത്താവേ എന്നെ ഒന്ന് സംരക്ഷിക്കണം. ഇനി ഏക ആശ്രയം വേളാങ്കണ്ണി പള്ളിയിൽ മാതാവിൻ്റെ ഒരു പ്രത്യേക അഭിഷേകവും ഇവിടുത്തെ ദൈവാനുഗ്രഹമാണ് എന്ന് കരുതി കാശം മുടക്കി ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ആളും തരമൊക്കെ മാറും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെയാണ് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഗേറ്റിൽ ഈ അങ്ങനെ മാതാകുളത്തിലേക്ക് പോകുമ്പോൾ ഗേറ്റിങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്, തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്, അനധികൃത കച്ചവടങ്ങൾ പാടില്ല. അനധികൃത കച്ചവടങ്ങൾ പാടില്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് കരുതി നമ്മൾ തൂവാല കെട്ടാനും താക്കോല് പൂട്ടാനും ഒക്കെ പോവും. ഇതൊരു തരത്തിലെ വിഗ്രഹാരാധനയാണ്, കർത്താവിന് വിട്ടിട്ടുള്ള കളിയാണ്, കർത്താവിന് പ്രാധാന്യം കൊടുക്കാത്ത കളികളാണ് അത്. കർത്താവ് മരിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉദ്ധിതനായി നമുക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ കർത്താവിനെ വിട്ടുള്ള കളികൾ കളിക്കുകയാണ്. ദൈവം നമ്മളെ പരീക്ഷിക്കുക. നമ്മളിങ്ങനെ കുണ്ടും കുഴിയുള്ള റോഡിൽ വണ്ടി ഓടിച്ച് പഠിക്കുന്ന പോലെയാണ്. ഈ റോഡിൽ വണ്ടി പഠിച്ചാൽ നീ വണ്ടി പഠിച്ചതിന് അടിപൊളിയായിട്ട് നീ വണ്ടി പഠിക്കും. അപ്പോൾ ഞാൻ 2009 ലൈസൻസ് എടുത്തത്. പിന്നെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല, 4 വീലർ. അപ്പോൾ അന്ന് പഠിച്ചത് ഇങ്ങനെ ഭയങ്കര പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയല്ല ഇപ്പോൾ. അന്നത്തെ വണ്ടി എന്ന് ഭയങ്കര പഴയ ജീപ്പ്, അതിങ്ങനെ നന്നായിട്ട് ബലമെടുത്താൽ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ആൾക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും എന്നാണ് പറയപ്പെടുക. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മുടെ മുൻപിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അത് ചെയ്യുമോ? കർത്താവിനെ ആരാധിക്കും. ഇത് കർത്താവ് പരീക്ഷിക്കുകയാണ് നമ്മളെ വെച്ചിട്ട്. പാറമേൽ ആജ്ഞാപിക്കുക എന്ന് പറയുമ്പോൾ വടിയെടുത്തിട്ട് പാറയിൽ അടിക്കുക, അത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് കർത്താവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നീ ആരാണെന്നാണ് ചോദിച്ചത്, അല്ലാണ്ട് നിനക്ക് എന്നെ ദൈവം ഞാൻ ആരാണെന്നാണ് നിന്നോട് ഞാൻ ചോദിച്ചത്. നീ അത് പറഞ്ഞാൽ മതി. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, പാപികളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ വേണ്ടി വന്നവനാണ് ഞാൻ. അതിന് നീ തടസ്സം പറയണ്ട. അത്ര വലിയ കാര്യമൊന്നും ചിന്തിക്കണം. നീ ചെയ്യേണ്ട കാര്യം നീ ചെയ്താൽ മതി. നമ്മൾ കുറച്ച് നേരം കർത്താവിനെ ആരാധിക്കും.
അത് കഴിയുമ്പം നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ വിഗ്രഹാരാധനയാണ്, ദൈവാരാധനയല്ല. നമ്മളെ പരീക്ഷിക്കുകയാണ്. നമ്മളിത് ചെയ്യുമോ, നമ്മളെങ്ങനെ ഈ തീർത്ഥാടനം എങ്ങനെ പൂർത്തിയാക്കും? കർത്താവിനെ ആരാധിച്ച് പൂർത്തിയാക്കുമോ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അത് മോശമാക്കി കളയുമോ? ഇത് ദൈവം പരീക്ഷിക്കാം. നിൻ്റെ കയ്യിലാണ് കാര്യം ഇരിക്കുന്നത്. നീ ദൈവത്തെ വിട്ടുകളയുമോ? ഒരു ചരടിൻ്റെ പേരിൽ, ഒരു തൂവാലയുടെ പേരിൽ, ഒരു താക്കോലിൻ്റെ പേരിൽ നീ കർത്താവിനെ വിട്ടുകളയുമോ? അങ്ങനെ എത്ര കാര്യങ്ങൾ. ഒരു മദ്യത്തിൻ്റെ പേരിൽ നീ കർത്താവിനെ വിട്ടുകളയുമോ? വേറെ പല കാര്യങ്ങളുമുണ്ട്. പലതും നമുക്ക് ധ്യാനിച്ചെടുക്കാൻ സാധിക്കും. നീ കർത്താവിനെ വിട്ട് കളയരുത്. അതാണ് ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതാണ് ഇന്നത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. സമുദ്രം അവിടുത്തേതാണ്, അവിടുന്നാണത് നിർമ്മിച്ചത്. ഉണങ്ങിയ കരയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത്. വരുവിൻ നമുക്ക് കുമ്പിട്ടാരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. ഇതാണ് ഒരു സൃഷ്ടി ചെയ്യേണ്ട കാര്യം. അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ എന്തുകൊണ്ടാണ് ഈശോയെ എങ്ങനെ ഉയർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയും എല്ലാ മുട്ടുകളും അവിടത്തേക്ക് മുമ്പിൽ മടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പത്രോസിനോട് ചോദിച്ചതുപോലെ, നിന്റെ ദൈവത്തെക്കുറിച്ച് നിനക്കെന്താ അഭിപ്രായം? നിന്റെ ദൈവം നിന്നെ കുറച്ചു നേരത്തേക്ക് ഉപേക്ഷിക്കുന്ന ദൈവമാണ്? അല്ല, നിന്റെ ദൈവം നിന്റെ കൂടെയുള്ള ദൈവമാണ്. നീയാണ് ദൈവത്തെ ഉപേക്ഷിക്കുന്നത്. നിന്റെ സൗകര്യത്തിനാണ് നീ ദൈവത്തെ ആരാധിക്കുന്നത്. നിനക്കിഷ്ടമുള്ളപ്പോഴൊക്കെ നീ ദൈവത്തെ ആരാധിക്കും, അല്ലാത്തപ്പോൾ നീ ദൈവത്തെ വിട്ടുകളയുന്ന. അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കണം. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കടമ അതാണ്, ദൈവത്തെ ആരാധിക്കുക. മാമോദീസ സ്വീകരിച്ച കൂദാശകളിലൂടെ പരിപോഷിപ്പിക്കപ്പെട്ട് വിശുദ്ധ വിവാഹമെന്ന കൂദാശകളിലൂടെ മുതിർന്നവർ, പ്രത്യേകം കർത്താവിന് മുമ്പിൽ ഉടമ്പടിയെടുത്തവരും കർത്താവിനെ വിട്ടുകളയാൻ പാടില്ല. കർത്താവിൻ്റെ കൂടെ നിൽക്കണം. കർത്താവിനെ മുമ്പിൽ വന്നിട്ട് കർത്താവിനെ നിയന്ത്രിക്കാൻ പാടില്ല. അതാണ് ചില നേർച്ചകളുടെ പിന്നിലെ ഒരു പ്രശ്നം. അതാണ് കർത്താവ് ഒരിക്കലും നമ്മുടെ മുൻപിൽ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാം, നിങ്ങൾ അങ്ങനെ ചെയ്യുമോ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാം എന്ന് ദൈവം കണ്ടീഷൻ വെച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കണ്ടീഷൻ വെക്കുകയാണ്. എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ മുടി പഠിക്കാം, എനിക്കത് ചെയ്തു തരികയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ കണ്ടീഷൻ വെച്ച് നിന്റെ ദൈവത്തെ നീ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ സാത്താനെ, നീ പിന്നിലേക്ക് മാറി എൻ്റെ പുറകെ നടന്ന് നീ അനുഗമിക്കും. നീ എന്നെ നിയന്ത്രിക്കണ്ട, ഞാൻ ദൈവമാണ്. യേശുവേ യേശുവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ പരിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ കുരിശിൻ്റെ ചുവട് വരെ പോയി കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോയെ ആരാധിക്കുകയും ഈശോയുടെ ശരീരത്തെ വലിയ നിധി പോലെ കണ്ട് മടിയിലേക്ക് സ്വീകരിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ ഈശോയെ നമുക്ക് വളർത്തി വലുതാക്കാം നമ്മുടെ ഉള്ളിൽ. ദൈവം അതിനായി നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പൂജ്യപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണവും
ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. തൃക്കൈകളിൽ പൂജപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടേക്കും അവിടുത്തെ സ്തവങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കാണിക്കകൾ ദയാപൂർവം വിശുദ്ധീകരിക്കുകയും ആത്മീയ ബലിയുടെ അർപ്പണം സ്വീകരിച്ച് ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കണോ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായമന്ത്രി. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങയ്ക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. തിരുഭവമങ്ങ് മഹിമകളാം നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി
ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസപിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും
മഹിമേറെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണേ എൺകളിൽ കണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണേ എൺകളിൽ കണിനമയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവഗുണിയാണേ ഞങ്ങൾ സമാന നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദാനത്താൽ അങ്ങ് നവീകരിച്ച ഞങ്ങളെ നിരന്തര സഹായത്താൽ അനുയാത്ര ചെയ്യാനും ഒരിക്കലും നിലയ്ക്കാത്ത സംരക്ഷണത്താൽ നിത്യരക്ഷയ്ക്കർഹരാക്കാനും കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ